സുഹൃത്തുക്കളെ, ഇതൊരു അഹങ്കാരത്തിന്റെ പേരിലുള്ള സംസാരം തന്നെയാണെന്ന് നിങ്ങൾ കരുതിക്കോ. കേരളത്തിൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലല്ലാതെ ഇത്രയും തലയെടുപ്പുള്ള കൊമ്പന്മാരെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? തലയെടുപ്പുള്ള ഇതുപോലുള്ളൊരു കൊമ്പന്മാരെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. കേരളത്തിലെ 14 ജില്ലകളിൽ നമ്മുടെ കണ്ണൂരല്ലാതെ ഇതുപോലൊരു തലയെടുപ്പുള്ള കൊമ്പനെയും ഇതുപോലുള്ളൊരു എഴുന്നള്ളിപ്പും നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല. ഇനി അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അതിപ്രശസ്തമായ നമ്മുടെ കണ്ണൂരിലെ തളാപ്പ് ക്ഷേത്രമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. എലത്താളം, ചെണ്ട അങ്ങനെയൊക്കെ ആയിട്ട് ആന എഴുന്നള്ളിപ്പ് ശിവരാത്രിയോടനുബന്ധിച്ചുള്ള പരിപാടിയാണ് കേട്ടോ. കണ്ണൂർ തന്നെ അതിപ്രശസ്തമായിട്ടുള്ള തളാപ്പ് ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ ഒരു പൂരം തന്നെയാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. ആനയും വെടിക്കെട്ടും ചെണ്ടമേളവും ഒക്കെ ആയിട്ട് നമ്മൾ മലയാളികൾ രാജ്യത്തിൻ്റെ ഏത് കോണിൽ പോയാലും അല്ലെങ്കിൽ വിദേശത്ത് എവിടെ പോയാലും നമ്മുടെ നാട്ടിലുള്ള ഉത്സവം അല്ലെങ്കിൽ ആന എഴുന്നള്ളിപ്പ്, ചെണ്ടമേളം, കലശം വരവ് അല്ലെങ്കിൽ കാഴ്ച വരവ് ഇതൊക്കെ പറഞ്ഞാൽ ഒരു വികാരം തന്നെയാണ് നമ്മുടെ കണ്ണൂർക്കാർക്ക് എന്ന് പറഞ്ഞാൽ. തെയ്യങ്ങളുടെ നാടായ നമ്മുടെ കണ്ണൂരിൽ അമ്പലങ്ങളും ഉത്സവങ്ങളും ഇല്ലാതെ പിന്നെ എന്തൊരാഘോഷമല്ലേ. നല്ല തലയെടുപ്പുള്ള നെറ്റിപ്പട്ടം ചാർത്തിയ കൊമ്പനാനയും അതിൻ്റെ പുറത്ത് ആൾക്കാരും അതുപോലെ തന്നെ നാദസ്വരം, മത്താപ്പ്, മുത്തുക്കുട, വാള്, പരിച, വിളക്ക് ഒക്കെ ആയിട്ട് ഒരു മാസ്മരിക സംഭവം തന്നെയാണ് ഗൈസ് കണ്ണൂർ നടക്കുന്നത് കേട്ടോ. ആനപ്രേമികളുടെ നാടെന്നറിയപ്പെടുന്ന കേരളത്തിലെ നമ്മുടെ കണ്ണൂർ മാത്രം തലയെടുപ്പുള്ള കൊമ്പന്മാരുടെ മുകളിൽ കയറി ഇതുപോലെ വെഞ്ചാമരം വീശുന്നത് നിങ്ങൾ ഏതെങ്കിലും നാട്ടിൽ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. എലത്താളത്തിനും അതുപോലെ തന്നെ ചെണ്ടവാദ്യങ്ങൾക്കൊപ്പം നൃത്തച്ചുവടുകളുമായി ഒരുപാട് ഭക്തജനങ്ങളെയും നമുക്കിവിടെ കാണാം. കേരളത്തിലുള്ള 14 ജില്ലകളിൽ വെച്ച് നമ്മുടെ കണ്ണൂരുള്ള ഉത്സവം പോലെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പോൾ കേരളത്തിലുള്ള എല്ലാ ജില്ലക്കാരോടുമാണ് എനിക്ക് പറയാനുള്ളത്, ഉത്സവങ്ങളും തലയെടുപ്പുള്ള കൊമ്പനും എലത്താളവും ചെണ്ടവാദ്യങ്ങളും തെയ്യങ്ങളും ഒക്കെ കാണണമെങ്കിൽ വേറെ എങ്ങോട്ടും പോയിട്ട് കാര്യമില്ല, നമ്മുടെ സ്വന്തം കണ്ണൂരിലോട്ട് വന്നാൽ മതി കേട്ടോ. സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുക്കുന്ന നമ്മുടെ കണ്ണൂർക്കാർ നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യാൻ ഇവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ് മക്കളെ. അപ്പം എല്ലാവരും ആനപ്രേമികളും തെയ്യപ്രേമികളും ഉത്സവപ്രേമികളും ഒക്കെ കണ്ണൂരിലോട്ട് പോരും കേട്ടോ. എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിലും സ്നേഹത്തിൻ്റെ ഭാഷയിലും സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഷയിലും ഞാനിവിടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ആദ്യം പറഞ്ഞ വെല്ലുവിളി ഇപ്പോഴും നിലനിൽക്കുന്നു കേട്ടോ. കണ്ണൂരല്ലാതെ ഇത്രയും തലയെടുപ്പുള്ള കൊമ്പന്മാർ ഏതെങ്കിലും ജില്ലയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതെൻ്റെ വെല്ലുവിളി തന്നെയാണ്, എൻ്റെ നാടിനോടുള്ള അല്ലെങ്കിൽ എൻ്റെ നാട് നിങ്ങളോട് വെല്ലുവിളിക്കുന്ന വെല്ലുവിളിയാണ് കേട്ടോ. നമ്മുടെ കണ്ണൂരല്ലാതെ ഇത്രയും തലയെടുപ്പുള്ള കൊമ്പന്മാരും ഉത്സവങ്ങളും നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഉത്സവാശംസകൾ നേരുന്നു. നമ്മുടെ കണ്ണൂർ ജില്ലയുടെ പേരിലും എൻ്റെ പേരിലും എല്ലാ ഭക്തജനങ്ങൾക്കും ഹാർദമായി കണ്ണൂരിലോട്ട് നമ്മൾ സ്വാഗതം അർപ്പിക്കുന്നു കേട്ടോ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹം എപ്പോഴും തുടർന്നുണ്ടാവട്ടെ.